ഗോപു, നീ ഒന്ന് ഒരു സിറ്റുവേഷൻ ആലോചിച്ചേ. നമ്മൾ വേറൊരു കൺട്രിയിൽ പോയി എൻജോയ് ചെയ്തു, ഒരു വീക്ക് താമസിച്ച് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മൾ എയർപോർട്ടിൽ വരുന്നു, നമ്മൾ ബാഗേജൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്തു, അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി എല്ലാം സ്റ്റാമ്പ് ചെയ്തു, നമ്മൾ ഫ്ലൈറ്റ് വന്നു, നമ്മൾ ഉള്ളിൽ വെയിറ്റ് ചെയ്തു, ഫ്ലൈറ്റ് വന്നു, നമ്മൾ കയറാൻ വേണ്ടി പോവുക. ഓക്കെ, ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പം പെട്ടെന്ന് എയർലൈൻ സ്റ്റാഫ് വന്ന് എല്ലാവരോടും പറയുന്നു, എല്ലാവരും കോവിഡ് വാക്സിൻ്റെയോ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് ചെയ്തതിൻ്റെയോ റിപ്പോർട്ട് കാണിക്കാൻ. ഓക്കെ, ഇറ്റ് വാസ് ഇൻ 2022. ഓക്കെ, ടുവേർഡ്സ് എൻഡ്. ഞങ്ങൾ നവംബറിലാണ് പോയത് ട്രിപ്പ്. അപ്പം തിരിച്ചു വരാം. അപ്പോഴാണ് ഇത് പറയുന്നത്, നമ്മുടെ ചെറിയ കുട്ടിക്ക് ഇവിടെ അറിയാലോ ഇമ്മ്യൂണൈസേഷൻ അപ്പം ഇല്ല. ഞങ്ങൾ 3 പേരും, ബാക്കി 3 പേരും ഇമ്മ്യൂണൈസ്ഡ് ആണ്. പിന്നെ RT-PCR ഒന്നും ടെസ്റ്റ് ചെയ്യണം എന്നൊന്നും എവിടെയും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ഇളയ മോൾക്ക് മാത്രം ടെസ്റ്റും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസ്ഡും അല്ല. നമ്മൾ കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും എയർലൈൻ സ്റ്റാഫ് വന്ന് നോക്കിയിട്ട് പറയാ, നിങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ ശരിക്കും ഞെട്ടിട്ടോ. അപ്പോഴത്തേക്കിനും പറഞ്ഞു, ഇല്ല കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല എന്ന്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ലഗേജ് ഒക്കെ പോയി ചെക്ക്ഡ് ഇൻ ആയി, അത് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും, അവർ കയറ്റിയിട്ടുണ്ടാവും. എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഷീ ഈസ് നോട്ട് ഓഫ് ദാറ്റ് ഏജ്, നമുക്ക് ഇമ്മ്യൂണൈസ് ചെയ്യേണ്ട ഒരു ഏജ് അല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നോ സോറി സർ, വി കൻ നോട്ട് ലെറ്റ് യു ഇൻസൈഡ് ദി ഫ്ലൈറ്റ്. നിങ്ങൾക്ക് 3 പേർക്കും വേണമെങ്കിൽ പോകാം, അപ്പം നമ്മൾ കൊച്ചിനെ ഇട്ടിട്ട് പോവോ? ഭയങ്കര ടെൻസ്ഡായി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് തിരിച്ച് പോകാൻ പറ്റില്ല. നമ്മളുടെ കയ്യിൽ കറൻസി മുഴുവൻ നമ്മൾ എക്സോസ്റ്റ് ചെയ്തു, ഗിഫ്റ്റ്സും അതും ഇതും ഒക്കെ വാങ്ങി എല്ലാം തീർത്തു, ഹോട്ടൽ ബുക്കിങ്സ് ഇല്ല. അങ്ങനെ ഇരുന്നിട്ട് ദെൻ വാട്ട് ടു ഡു? അപ്പോഴത്തേക്കിനും ഞങ്ങൾ പറഞ്ഞു, വി ഡോണ്ട് നോ വാട്ട് ടു ഡു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഇവർ ആരെയോ ഫോൺ ചെയ്തു, 2 പോലീസുകാർ വന്നു. അപ്പം അവർ ചോദിച്ചു വാട്ട് ഈസ് ദ സിറ്റുവേഷൻ എന്ന്. അപ്പം ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വി കനോട്ട് ഗോ ബാക്ക് ടു ദ കൺട്രി. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ചെക്ക് ഹിയർ ഇൻ ദി എയർപോർട്ട്, എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഡേ അവർക്ക് RT-PCR ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഡേ ചെയ്യൽ മാത്രമല്ല, 24 hours കഴിഞ്ഞിട്ടേ നമുക്ക് റിപ്പോർട്ട് കിട്ടുള്ളൂ. നമ്മൾ എവിടെ സ്റ്റേ ചെയ്യും? അതും എനിക്ക് തോന്നുന്നു സിറ്റിയിൽ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ച് എങ്ങോട്ട് പോകും? ആകെ ശരിക്കും ഞാനിങ്ങനെ എന്താ പറയുക, ബ്ലാങ്ക് ഔട്ടായിട്ട് നിന്നൊരു ടൈം. പിള്ളേർ പിന്നെ കുഞ്ഞത്, അവർക്ക് ഒന്നും അറിയത്തില്ല. ആൻഡ് ഹസ്ബൻഡ് വാസ് ലൈക്ക് ട്രൈങ് ടു സോർട്ട് ഓഫ് എന്താ ചെയ്യാൻ പറ്റുക നെക്സ്റ്റ്. ഒരാളെങ്കിലും അങ്ങനെ ആയത് ഭാഗ്യം കേട്ടോ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന് കരയേണ്ടി വന്നേനെ. എന്നിട്ട് അവര് നേരെ ഞങ്ങളെ ഇമിഗ്രേഷൻ ഓഫീസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഓഫീസിൽ എവിടെയാന്ന് ഹസ്ബൻഡ് ചോദിച്ചു. അപ്പോൾ അവരാ ഞങ്ങളെ കൊണ്ടുപോയി. ഒന്നും ആലോചിച്ച് നോക്ക്, നമ്മൾ എൻജോയ് ചെയ്ത് ഒരു ട്രിപ്പും കഴിഞ്ഞ് തിരിച്ചു വരാൻ പോവാ, 2 പോലീസുകാർ നമ്മളെയും കൂട്ടിയിട്ട് ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പോവുക. മാത്രമല്ല ഒരു ഫീലിംഗും ഉണ്ടാവില്ല, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ മാത്രം മാറ്റി കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ളവരും ഒന്നും നോക്കില്ലേ, നിങ്ങൾ എന്താ അങ്ങനെ കൊണ്ടുപോണേ, അവർക്കൊന്നും കാര്യം അറിയില്ല. അതാ അപ്പോൾ 2 പോലീസുകാരുമേ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസറിന്റെ അടുത്ത് ഫുൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി ഞങ്ങളെ. എഗെയിൻ ഹാഫ് ആൻ അവർ വേറെ ആരൊക്കെയോ വരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. ശരിക്കും എന്തോ വലിയ അപരാധം ചെയ്ത് കുറ്റം ചെയ്ത് നമ്മളെ എന്തോ പോലീസ് പിടിച്ചേക്കുന്ന മാതിരിയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അവസാനം പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ യു ക്യാൻ റീ എൻ്റർ ദ കൺട്രി ആൻഡ് സ്റ്റേ ദെയർ എന്ന് പറഞ്ഞിട്ട് അയാൾ സ്റ്റാമ്പ് ചെയ്ത് തന്നു. റീസ്റ്റാമ്പ് ചെയ്തു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, രാത്രി ടൈം, നമ്മളുടെ കയ്യിൽ കറൻസി ഒന്നുമില്ല, ഹോട്ടൽ ബുക്കിങ്സ് ഇല്ല, ഡേറ്റ ഇല്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ സിം ആയിരുന്നു, അതെല്ലാം എക്സോസ്റ്റ് ചെയ്തിട്ട് ഈ വരുന്നത്. ബിക്കോസ് നമ്മൾ ഒരു കൺട്രിയുടെ അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയല്ലേ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല. നൈറ്റായി, പിള്ളേർക്ക് അപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഡിന്നറും കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അപ്പം നോക്ക്, ഭാഗ്യത്തിന് അവിടെ പോയപ്പം ഹസ്ബൻഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, വിസ കാർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഗ്രാബിൽ നോക്കി ടാക്സി ബുക്ക് ചെയ്തു, ടാക്സി ക്യാൻസലായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ടാക്സി ബുക്ക് ചെയ്തു, ഒരു ഡ്രൈവർ വരുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സോർട്ട് ഓഫ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു അയാളെ കണ്ടാലേ അറിയാം, ഒരു ചൈനീസ് ഡ്രൈവർ ആയിരുന്നു. ഞങ്ങൾ ടാക്സിയിൽ കയറി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾക്ക്
ഹോട്ടൽ ബുക്കിങ്സ് ഒന്നുമില്ല. ഇപ്പം ഇതൊന്നും ഈ സിറ്റുവേഷൻ ഒന്നും നമ്മൾ പറയാൻ നിന്നില്ല. പക്ഷെ പറഞ്ഞു ഹോട്ടൽ ബുക്കിങ്സ് ഒന്നുമില്ല, ഞങ്ങളൊരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോകണം. ടൈം അപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ഒരു 12:31 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് ഇയാൾ കുറേ നേരം നമ്മളെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഞാനൊന്നും മിണ്ടാതിരിക്കുക, ഹസ്ബൻഡ് ഒന്നും മിണ്ടാതിരിക്കുക. പെട്ടെന്ന് ഇയാൾ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല നല്ല അതും നമുക്കവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഡ്രൈവേഴ്സിനെ കിട്ടിയതേ ഇല്ല. ടാക്സി ഒരു ഡ്രൈവറിന് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടല്ല, പക്ഷെ എന്നാലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇയാളിരുന്ന് കഥയൊക്കെ പറഞ്ഞ് അയാളുടെ സ്റ്റോറി പറഞ്ഞ് അവരെങ്ങനെയാണ് 2 ജനറേഷൻ മുമ്പേ ചൈനയിൽ നിന്ന് ഇവിടെ വന്നത്, അയാളുടെ കുറേ സ്റ്റോറി പറഞ്ഞ് തമാശക്കാരൻ കുറേ തമാശ പറഞ്ഞ് 2-3 പ്രാവശ്യമൊക്കെ അയാൾ തമാശ പറയുമ്പോൾ ഒന്നും എനിക്ക് ചിരിക്കാനേ തോന്നിയില്ല. അത് കഴിഞ്ഞ് പതുക്കെ ഇൻവോൾവ് ആയി നമ്മളും ചിരിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു സ്ട്രെസ് ലെവലിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ താഴെ വന്ന് മൈൻഡൊക്കെ ഒത്തിരി പീസ്ഫുള്ളൊന്നും ആയില്ല. ബിക്കോസ് ഇനി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും ഭയങ്കര ശാന്തമായി ഇയാൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് അയാൾ നല്ലൊരു ഹോട്ടൽ കേട്ടോ, ബർജയ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ രാത്രി 2:30 അവിടെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ കൗണ്ടറിൽ. അങ്ങനെ വന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്കൊരു റൂംസ് നോക്കുമ്പോൾ റൂംസ് എല്ലാം ഫിൽഡാണ്. ഒരു സ്വീറ്റ് റൂമാണ് കിട്ടിയത്. അപ്പം അതെടുത്തു. റൂമിൽ പോയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് റൂമിൽ പോയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വൈഫൈ ഒക്കെ ആക്സസ് കിട്ടിയല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് ഞങ്ങൾ പതുക്കെ അതിൻ്റെ നെക്സ്റ്റ് ഡേ പോയി മോൾക്ക് RT-PCR ടെസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 24 hours കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടിയത്. പക്ഷെ ഗോപു പോയിന്റ് അതല്ല, ഇത്രയും പ്രശ്നം വന്ന് നമ്മൾ ഈ ഒരു കൺട്രി കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ടൈറ്റ് സ്കെഡ്യൂളിലല്ലേ പോകുന്നത്. ഈ പ്ലേസ് കഴിഞ്ഞാൽ ആ പ്ലേസ് അങ്ങനെ ഈ 3 days ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ മോളും, ഇതേ ഹോട്ടലിൻ്റെ തന്നെ ബർജയ എന്ന് പറഞ്ഞിട്ടൊരു വലിയ മോളും ഉണ്ടായിരുന്നു. ജസ്റ്റ് വാക്ക് ചെയ്ത് അപ്പുറത്തോട്ട് കയറിയാൽ മതി. ആ 3 days ഞങ്ങൾ എന്തോരം എൻജോയ് ചെയ്തെന്ന് പറയാം. നെക്സ്റ്റ് ഡേ ഹസ്ബൻഡ് അവിടുത്തെ ഒരു ഏജൻറ്റിൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് അവർ ത്രൂ വേണം RT-PCR ബുക്ക് ചെയ്യാൻ. അങ്ങനെ ബുക്ക് ചെയ്ത് പോയി ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നമ്മൾ പോയി ഇതുപോലെ എൻജോയ് ചെയ്ത് ആ 3 days ഒരു സ്കെഡ്യൂളും ഇല്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ആ 3 ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ ഇതുവരെ ഒരു ട്രിപ്പിൽ എൻജോയ് ചെയ്തിട്ടുമില്ല. എന്നിട്ട് പിന്നെ ആ ഡ്രൈവറെ വിളിച്ചു? ഇല്ല, നമുക്ക് അങ്ങനെ ഇന്ന ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ആപ്പിൽ നിന്നാണ്, ഗ്രാബ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ് നമ്മൾ ഈ ബുക്ക് ചെയ്യുന്നത്. സെയിം ഡ്രൈവറിനെ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഡ്രൈവറാണ്. അതെ. അപ്പം ഇത്രയും ടെൻഷനായിട്ട് ഇരുന്നപ്പോഴും നമ്മളെ എന്താ പറയുക, ഈ ദൈവം വിടുക എന്നൊക്കെ പറയില്ലേ, ദൈവത്തിന് വന്ന് നമ്മളെ പോട്ടെ എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലും ഈ ദൈവം ചിലപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാരെ നമ്മളുടെ ജീവിതം ഒന്ന് കുറച്ച് ശാന്തമാക്കാനും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞ് ഹെൽപ്പ്, അങ്ങനെയൊക്കെ ആൾക്കാരെ വിടില്ലേ. അതുപോലെ ഒരാളായിരുന്നു ആ ഡ്രൈവർ. എവിടുന്നോ വന്നു. അത് നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത ടാക്സി ക്യാൻസൽ ആയിട്ട് കിട്ടിയതാണ് ഈ പുള്ളിക്കാരനെ. ശരിക്കും ആ ഒരു ആളിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഫേസ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് വന്നപ്പം നമ്മളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരാൾ ഇതുപോലെ വന്നു. ഇങ്ങനെ വല്ല എക്സ്പീരിയൻസ് നിനക്കുണ്ടോ? ഇപ്പം പറഞ്ഞു കേട്ട് വന്നപ്പം എനിക്ക് ഓർമ്മ എന്താ വന്നേ അറിയോ, നിന്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നേ. എൻ്റെ കഥ കേട്ടാൽ ഇത്ര മെച്യൂരിറ്റി ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമാണ്, അതും ആഫ്രിക്കൻ സെക്ടർ ലൈബീരിയ എന്നാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ അപ്പോൾ ഒരു ജോബ് ചേഞ്ച് ചെയ്ത കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ ആഫ്രിക്കൻ സെക്ടറിൽ വെച്ചാൽ ലോങ് ലെഗാണ്, ഒരു ഡെസ്റ്റിനേഷനിൽ പോയി ഇറങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ സെക്കൻഡ് സെക്ടറാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ത്രൂ കണക്ഷൻ ത്രൂ ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവരെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ഫാമിലി ട്രാവൽ ചെയ്യുന്നെങ്കിൽ അവരെ കൂടെ അയക്കും ഒരു സമാധാനത്തിന്. ഞങ്ങൾ പുതിയ അതല്ലേ അവിടെ, ഞങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ഇന്ത്യൻസിന് ആരും അറിയില്ല. അപ്പം സുധിയ ഹസ്ബൻഡിനാണെങ്കിൽ ട്രാവലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, എങ്ങനെയാലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടല്ലോ, ഹെൽത്ത് അത്യാവശ്യം ഡോക്ടറും പറഞ്ഞു കുഴപ്പമില്ല, പ്രഗ്നൻസി ആണെങ്കിലും ഓക്കെ മാനേജബിൾ, ഈ ഇതിൽ എത്തിയാൽ മതി.
സെക്കൻഡ് ലെഗിൽ ഞങ്ങൾക്ക് ലേഗോസിന്ന് ഒരു ഫാമിലി കയറുന്നുണ്ട് ഓക്കെ. ഒരു ഫ്ലൈറ്റിൽ. അപ്പോൾ ആ ഫ്ലൈറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഗാനയിൽ എത്തണം. ഗാനയത്തെ ആ ഫ്ലൈറ്റിൽ ഞാൻ കയറിയാൽ മാത്രമേ ലേഗോസിന്ന് മറ്റേ ഫാമിലി ഈ ഫ്ലൈറ്റിൽ ജോയിൻ ചെയ്യുള്ളൂ. എനിക്ക് എന്നിട്ടും എൻ്റെ ജേർണി ലോങ്, എനിക്ക് കൊച്ചിനിൽ എത്തണം ഫൈനലി. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയോ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എയർപോർട്ടിൽ ലോഞ്ചിലേക്ക് കയറി. അധികം ആഫ്രിക്കൻ ഫേസസ് ആണ്, 1-2 ഇന്ത്യൻസ് അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ടെൻഷൻ ഒക്കെ പ്രാർത്ഥിച്ചെങ്കിൽ ഇപ്പോൾ ചോയ്സ് ഇല്ലല്ലോ. അങ്ങനെ കയറി ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. ബോർഡ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് നല്ല ആങ്സൈറ്റി കിട്ടോ. ഒന്നാമത് പ്രഗ്നൻസീൻ്റെ ആ ഒരു ആങ്സൈറ്റി, അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആ ഫാമിലീനെ കാണുന്ന വരെ എനിക്ക് ടെൻഷനാണ്. ഫ്ലൈറ്റ് ഡിലേ തുടങ്ങിയിട്ടാ. കയറി എല്ലാവരും ഇരുന്നു, പക്ഷെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ എനിക്ക് ട്രാൻസിറ്റ് ടൈം വളരെ കുറവാണ് ഗാനയിൽ. എനിക്ക് മറ്റേ ഫ്ലൈറ്റ് മിസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. എൻ്റെ ഈ ആദ്യം കണ്ടിട്ടാ തോന്നുന്നു, ഇന്ത്യൻ മാനാണ്. പതുക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, എങ്ങോട്ടാ പോണേ, ഐ സോ യുവർ ഹസ്ബൻഡ് ലീവിങ് യു. അയാൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻസ് കുറവാണല്ലോ എയർപോർട്ടിൽ നിന്ന്. അപ്പം നമ്മൾ സിമ്പിളായി പറഞ്ഞു, ഐ ഹാവ് ടു ട്രാവൽ, കാരണം നെക്സ്റ്റ് മന്ത് ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ട്രാവൽ. അതിൻ്റെ മുമ്പേ നമ്മൾ പോകണല്ലോ. ആൻഡ് ഹസ്ബൻഡ് കെ നോട്ട് ടേക്ക് ലീവ് ബിക്കോസ് ന്യൂ ജോബ് ചേഞ്ച് ആണ്, ഇപ്പം പറ്റില്ല. ഡെലിവറി ടൈമിൽ ഹി ഹാസ് ടു കം ഡൗൺ ടു ബി വിത്ത് അസ് എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവർ നീ ഇപ്പോൾ പറഞ്ഞ ആ ഡ്രൈവറെ പോലെ ഒരു ബന്ധവുമില്ലാത്ത ആളാണ്. ആദ്യം വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മൂഡ് ഇതാവുമല്ലോ, ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ. അത് കഴിഞ്ഞ് അവരുടെ ഫുഡ് ട്രേന്ന് മഫിൻസും ചോക്ലേറ്റ്സും ഒക്കെ എനിക്ക് തന്നു. യു ഈറ്റ് ദിസ്, പ്രഗ്നൻ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഒരു സുഖം. എന്നിട്ട് ആ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഗാനയിൽ ഇറങ്ങിയിട്ട് ഐ ഹാവ് ടു ഗോ, അടുത്ത ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റിലുണ്ട്, ഐ വിൽ ഹാവ് എ ഫ്രണ്ട് ജോയിനിങ് ഫ്രം ലേഗോസ്, അവർ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു അവരുടെ ജേർണി അവിടെ എക്സിറ്റ് ചെയ്ത് അവർ വേറെ റൂട്ടാണ്. അങ്ങനെ ഗാനയിൽ എത്തുമ്പോഴേക്കും ഫ്ലൈറ്റ് ഡിലേ ആയിട്ടാണ്. എനിക്ക് ഇനി ഓടി പോയിട്ട് വേണം, അതും അവിടെ എങ്ങനെ അറിയോ, ബാഗേജ് കളക്ട് ചെയ്തിട്ട് വേണം എനിക്ക് സെക്കൻഡ് ചെക്ക് ഇൻ ചെയ്യണം, അല്ലാതെ കണക്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അവിടുത്തെ എക്സിറ്റിൽ പോയി ബാഗേജ് ക്ലെയിം ചെയ്ത് അത് ക്യാരി ചെയ്തിട്ട് വേണം ഞാൻ ഇപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ യൂഷ്വലി ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ ചെയ്യാം, എയർപോർട്ടിൽ നിന്ന് ഒരു സർവീസ് കിട്ടും. എനിക്ക് ഒട്ടും ടൈമില്ല. ഞാനങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇറങ്ങുമ്പോണ്ട് നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തുമ്പോണ്ട് ഈ ആൾ എൻ്റെ കൂടെ തന്നെ വന്നു. എക്സിറ്റ് ചെയ്തിട്ട് അയാൾ എൻ്റെ കൂടെ വന്ന് ഒന്നും ഞാൻ പറയാതെ എൻ്റെ ബാഗൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് അയാൾ എന്നെ എൻ്റെ ചെക്ക് ഇൻ പോയിന്റ് വരെ കൊണ്ടുപോയി എക്സിറ്റ് ചെയ്ത് ബൈ പറഞ്ഞിട്ട്. ഇത്രയും വർത്താനത്തിൻ്റെ ഇടയിൽ പേര് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ഒന്നും ചോദിക്കാതെ ഇന്ന് അടുത്ത ഫ്ലൈറ്റ് കയറ്റി വിട്ട് ബൈ പറഞ്ഞിട്ട് അയാൾ വാനിഷ് ചെയ്തു. ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ എവിടുന്നോ ഒരാൾ വന്നു, വലിയ സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ട് കുറച്ചു, ഹെൽപ്പ് ചെയ്ത് എവിടെയോ എത്തിച്ചു വിട്ടു. എന്താ അല്ലേ, ലൈഫിലൊക്കെ ഇങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസസ് നമ്മളൊന്ന് ഇരുന്ന് റിഫ്ലക്ട് ബാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസസ്. അപ്പൊ നമ്മളിങ്ങനെ ദൈവം യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ആരും ഇല്ല പറഞ്ഞ വന്നല്ലോ. അതെ, സംബഡി കേം. നമ്മളാണ് റിയലൈസ് ചെയ്യാത്ത ഗോഡിന്റെ വേറൊരു ഫോമിലാണ് ആ സമയത്ത് ആള് വന്നേ. ഇപ്പൊ ഓർമ്മിച്ച എന്തോ ഒരു നെഴല് പോലത്തെ ഒരു മുഖം അല്ലാതെ ആളാരാന്നറിയില്ല. അവർക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ശരിക്കും ഭയങ്കര ദൈവം എന്ന് പറയുന്ന, അതെ, ദൈവം എന്ന് പറയുന്ന ഒരാള് നമ്മളെ എപ്പം ബുദ്ധിമുട്ടില് വിശ്വാസം ഉണ്ടോ, അത് ഏത് ഫോമിലും ആയിക്കോട്ടെ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പം ഏതെങ്കിലുമൊക്കെ ഒരു ഫോമിൽ വന്ന് നമ്മളെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക തൊട്ട് തഴുകി പോവാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്ന് കാമാക്കും. പിന്നെ ചില കാര്യങ്ങളില്ലേ നമ്മളിപ്പോൾ ഡെയിലി ആലോചിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആലോചിക്കുന്ന ഒരാളാണിത്. അപ്പം നമ്മളെ ബ്ലെസ്സിങ്സിനെ നമ്മൾ എന്നും കൗണ്ട് യുവർ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു നല്ല മനുഷ്യൻ, നല്ല ഹ്യൂമൻ ബീങ്ങിനെ ആലോചിക്കുന്നു, അയാൾക്ക് നല്ലത് വരട്ടെ, ഇവിടെ ഒരു വിഷ് നല്ലത് നടക്കട്ടെ. നിന്റെ ചൈനീസ് ഡ്രൈവറും അയാളോടും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ട്ടോ. സത്യം, ശരിക്കും കേട്ടോ. ഇതുവരെ നമ്മൾ ആ പോയ ഡ്രൈവേഴ്സ് ഒന്നും നമ്മുടെ അടുത്ത് അങ്ങനെ മിണ്ടിയിട്ടില്ല. ലാംഗ്വേജ് പ്രോബ്ലം ആയിരിക്കാം, പക്ഷെ എന്നാലും ശരിക്കും ഭയങ്കര സന്തോഷമായ ഒരു എന്താ പറയാ, ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിലും ഉണ്ടായ, നമ്മൾ മറക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഓർമ്മ വന്നുകൊണ്ടിരിക്കും കേൾക്കുമ്പോൾ. അപ്പൊ അതൊക്കെ ആലോചിച്ച് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അവരെയും നമ്മളെ നമ്പർ 1 ബ്ലെസ്സിങ്സിൽ കൗണ്ട് ചെയ്യേണ്ട ആൾക്കാരാണ് അല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് റെൻ ആൻഡ് ഗോ.